നോമ്പുകാല ചിന്തകൾ എന്ന ഈ പങ്ക്തിയിലേക്ക് ഒരിക്കൽ കൂടെ അവരെയും സ്വാഗതം ചെയ്യുവാനിടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു, അല്ല അഭിമാനിക്കുന്നു. ഇത് 6-ാം ദിവസം എന്ന് പറഞ്ഞാൽ 6-ാമത്തെ ധ്യാനം. ഈ ധ്യാനത്തിൻ്റെ കേന്ദ്രബിന്ദു ഒരു ചെറിയ തിരുത്തലാണ്. നാം നോമ്പ് കാലത്ത് ഉപവസിക്കുന്നു. എന്നാൽ അതല്ല യേശു വിഭാവന ചെയ്തത്. നാം ഉപവസിക്കണമെന്ന് യേശു പറഞ്ഞിട്ടില്ല, നാം വസിക്കണമെന്ന് യേശു പറഞ്ഞിട്ടുള്ളൂ. ശ്രദ്ധിക്കുക, ഇത് വളരെ നേരിയതാണ് എങ്കിലും വളരെ അധികം വ്യത്യാസം ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യമാകും. നാം ഉപവസിക്കണമെന്നല്ല, നാം വസിക്കണം എന്നാണ് യേശു പറഞ്ഞത്. അതിന് ആധാരമായി അത് വ്യക്തമാക്കേണ്ടതിന് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഞാൻ അനേക തവണ പരാമർശിച്ചിട്ടുള്ള, റെഫർ ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ്. കാരണം അത്രമാത്രം ആത്മീകമായ അർത്ഥങ്ങൾ നിറഞ്ഞ് ഇരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം, അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. Abide in me and I in you, then you will produce much fruits. ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ആ ഒരു വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉപവസിക്കുക എന്നല്ല പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കുക. അപ്പം വസിക്കുക എന്നത് ഒരു ചെറിയ വാക്യത്തിൽ 2 തവണ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആവർത്തിച്ചിട്ടുണ്ട്. അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. നാം ഒരിക്കലും ചെയ്യേണ്ടത് ചെയ്യുകയില്ല. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമായിട്ട് വല്ലതും ചെയ്യാനൊക്കെ അർത്ഥമുണ്ടോ ഇല്ലയോ എന്നൊന്നും പ്രശ്നമല്ല. ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യത്തില്ല, വേറെ വല്ലതും ചെയ്യത്തുള്ളൂ എന്ന മനുഷ്യൻ്റെ സ്വഭാവത്തിലെ വക്രത, അത് എപ്പോഴും മനുഷ്യൻ്റെ പ്രവർത്തനത്തിലും അവൻ്റെ സങ്കല്പങ്ങളിലും നമുക്ക് വളരെ കൃത്യമായി കാണാവുന്നതാണ്. വസിക്കാൻ പറഞ്ഞാൽ വസിക്കത്തില്ല, ഉപവസിക്കും. വസിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയാൻ ഏറ്റവും നല്ലതാണ് ഞങ്ങൾ ഉപവസിക്കും. ഉപവസിച്ചാൽ പിന്നെ വസിക്കണ്ടായിരുന്നു. ഈ ഉപവാസത്തിൻ്റെ ഒരു ആശ്വാസം വർഷത്തിൽ ഒരിക്കലേ ഉള്ളൂ. ഈ ഉപവാസത്തിൻ്റെ ഒരു വീർപ്പുമുട്ടൽ 40 ദിവസം കൊണ്ട് തരും. ഇതാണ് ക്രിസ്ത്യാനിയുടെ ഒരു ഭാരം, ഒരു ശാപം. ഉപവാസം. നിങ്ങളോട് ആര് പറഞ്ഞു ഉപവസിക്കണമെന്ന്? വസിക്കാൻ മനസ്സില്ലാത്തവൻ ഉപവസിക്കണം, ഇത് ഒന്നാമത്തെ കാര്യം. യേശു പറഞ്ഞു നിങ്ങൾ വസിപ്പീൻ. അപ്പോൾ ഈ ഒരു 2026-ാം ആണ്ടിലെ നോയമ്പ് കാഴ്ചപ്പാടിനെ പറ്റി നാം സ്പഷ്ടത അന്വേഷിച്ച് വരുമ്പോൾ അതിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചത് മനസ്സിലാക്കേണ്ടത്, യേശുവിൻ്റെ ആത്മീയ ദർശനത്തോട് നീതി പുലർത്തുന്ന വിധത്തിൽ നാം നോമ്പിനെ മനസ്സിലാക്കിയാൽ അവിടെ നാം ഉപവസിക്കുകയല്ല ചെയ്യേണ്ടത്, വസിക്കുകയാണ്. വസിക്കാൻ മനസ്സില്ലാതെ ഉപവസിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നിങ്ങൾ 40 ദിവസമല്ല 40 വർഷം തുടരെ ഉപവസിച്ചാലും എൻ്റെ ആത്മീയമായ ഫലം ആനമുട്ടയായിരിക്കും എന്ന സത്യം അനുഭവത്തിൽ കൂടെ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. ഞാൻ ക്രിസ്ത്യാനികളെ കേന്ദ്രീകരിച്ചാണിത് പറയുന്നത്. ക്രിസ്ത്യാനികളല്ലാത്ത എൻ്റെ സഹോദരികൾ പങ്കെടുക്കുന്നുണ്ട്. അവരെയും എൻ്റെ സ്നേഹമസൃണമായ ബഹുമാനം അറിയിച്ചോളൂ. അപ്പോൾ വസിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വസിക്കുന്ന ആ ആത്മീയ ലക്ഷ്യമുള്ള അനുഭവമുള്ള നോയമ്പ് എന്തായിരിക്കണം? ഉപവസിക്കുന്ന നോയമ്പാണ് നമുക്കറിയാവുന്നത്. ഈ വസിക്കുന്ന നോയമ്പാണെങ്കിൽ ആ വസിക്കുക എന്ന ആശയത്തെ കേന്ദ്രീകരിച്ചാണ് നാം നോമ്പിനെ മനസ്സിലാക്കുന്നത് എങ്കിൽ എന്തായിത്തീരും? ഇതാണ് നമ്മുടെ അന്വേഷണം. നമുക്കറിയാം യേശു ലോകത്തിൽ വന്നത്
ദൈവത്തിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയ, അകന്നുപോയ മനുഷ്യരാശിയെ ദൈവത്തോട് കൂട്ടി ഇണക്കുന്നതിന് വേണ്ടിയാണ്, പൊരുത്തപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ടു റെക്കൺസൈൽ ഗോഡ് വിത്ത് ഹ്യൂമാനിറ്റി. കാര്യം എന്താണ്? ദൈവത്തിൽ മാത്രമേ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാറ്റിൻ്റെയും പൂർണ്ണതയുടെ ഉറവിടം ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം, ആദ്യത്തേതും അവസാനത്തേതുമായ ആവശ്യം, ദൈവത്തിൽ വസിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദൈവം നമ്മുടെ അഭയമാണ് എന്ന് പറയും. അഭയം. അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ വീട് ഉണ്ടാക്കി താമസിക്കുന്നവരിനകത്ത് കയറി കിടക്കാമെന്നല്ല. അതിൻ്റെ അർത്ഥം പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുവാനും അതിൽ നിലനിൽക്കുവാനും വളരുവാനും അതിൻ്റേതായ ഫലം പുറപ്പെടുവിക്കുവാനും ആർക്കെങ്കിലും സാധിക്കണമെങ്കിൽ അവൻ ദൈവത്തോട് നിരപ്പാക്കപ്പെടണം. ആ അവസ്ഥ എന്താണ്? ദൈവഹിതവും വ്യക്തിയുടെ ഹിതവും ഒന്നായി തീരുക. ദ ഹാർമണി ബിറ്റ്വീൻ ദ വിൽ ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ വിൽ ഓഫ് ഗോഡ്. ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് നസ്രായനായ യേശു. അതാണ് വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാനും എൻ്റെ പിതാവും ഒന്നാണ്. അതാണ് വസിക്കുക. ഒന്നായി തീരുന്ന അവസ്ഥയാണ് വസിക്കുക. സഹവാസം. ഉപവാസത്തിന് പകരം സഹവാസം. അതാണ് വേണ്ടത്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ എപ്രകാരം പിതാവിൽ വസിക്കുന്നു, വസിച്ചതുകൊണ്ട് ഇപ്രകാരമുള്ള ഒരു വ്യക്തിത്വം പ്രാപിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ മനുഷ്യരാശി ഇന്ന് മാത്രമല്ല ചരിത്രം അവസാനിക്കുന്നതുവരെയും ആസ്വദിക്കാനുള്ള വാതിൽ തുറക്കുന്നു. ഞാൻ തന്നെ വാതിലാകുന്നു എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ ജീവിതത്തിൻ്റെ പൂർണ്ണത അനുഭവിപ്പാനിടയാകും. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നു. ഈ ഒരു അനുഭവമാണ് മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നത്. ഈ ഉപവാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്? നമ്മുടെ അവസ്ഥയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ന്യൂനതകൾ, ഇല്ലായ്മകൾ, വിള്ളലുകൾ, വിടവുകൾ പരിഹരിക്കപ്പെടുക. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അല്ല വെറും ഒരു ആചാരമായിട്ട് നിങ്ങൾ ഇറച്ചി കഴിച്ചില്ല, മീൻ കഴിച്ചില്ല, മുട്ട കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ എന്ത് വേണേൽ കഴിച്ചോ. നിങ്ങൾ തിമിംഗലത്തിനെ വിഴുങ്ങിക്കും, ഒരു പ്രയോജനം. കഴിക്കാതിരിക്കുന്നതും തിമിംഗലത്തെ വിഴുങ്ങുന്നതും രണ്ടും ഒന്നാണ്. ഈ ഒരവസ്ഥയിലാണെങ്കിൽ, വെറും ഒരു ആചാരമായിട്ടാണെങ്കിൽ, ഇത് ദയവായി മനസ്സിലാക്കുക. നമ്മെ വിടുവിക്കാൻ പര്യാപ്തമായ ഒരു ആത്മീയ സത്യമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോൾ യഥാർത്ഥ നോയമ്പ് എന്താണെന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രനോട് കൂടെ വസിക്കുന്ന, അവനിലായിത്തീരുകയും അവൻ നമ്മളിലായിത്തീരുകയും ചെയ്യുന്ന ആ ഏറ്റവും അടുപ്പമേറിയ ഒന്നായിത്തീരുന്ന അവസ്ഥ, അതാണ് സഹവാസം. അങ്ങനെ ആ സഹവാസത്തിൻ്റെ അനുഭവത്തിലായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തിത്വത്തിലും അത്ഭുതാവഹമായ രൂപാന്തരം സംഭവിക്കുന്നു. നാം സൽഫലങ്ങളെ പുറപ്പെടുവിക്കുന്നു. ഇതാണ് നോമ്പ് എന്ന് നാം മനസ്സിലാക്കണം. അതിൻ്റെ 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് മനസ്സിലാക്കണം. അതിനാമുഖമായി മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ ധനികനായ ഒരു യുവാവ് യേശുവിനെ കാണാൻ വരുന്നുണ്ട്. അവനെല്ലാം ഉണ്ട്, പക്ഷെ അവൻ അസ്വസ്ഥനാണ്. അവൻ സമൃദ്ധിയുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം അവൻ്റെ വ്യക്തിപരമായ ജീവിതം അപൂർണമാണ്. അതുകൊണ്ടാണ് അവൻ യേശുവിനെ അന്വേഷിച്ചു വരുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് യേശു അവനോട് പറയുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രത്തോട് തന്നെ അനുഗമിക്കുക, അങ്ങനെയെങ്കിൽ നീ ജീവനിലേക്ക് പ്രവേശിക്കുമെന്ന് യേശു പറയുന്നത്. അതിൻ്റെ അർത്ഥം സ്വത്ത് അതിൽ തന്നെ ഒരു വലിയ പ്രശ്നമാണെന്നല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ആശ്രയിക്കുന്നത് അവൻ്റെ സ്വത്തിനെ മാത്രമാണ്. ദൈവത്തെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആത്യന്തികമായി അത് സ്വത്ത് തന്നെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാകണം എന്ന താല്പര്യം മാത്രമാണ്. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ മനുഷ്യനായിരിക്കുമ്പോൾ
അവൻ എപ്പോഴും അപൂർണതയുടെ ഇരയായിരിക്കും. അപൂർണത മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും അസ്വസ്ഥത ജനിപ്പിക്കും. അതാണ് റെസ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. കയ്യിൻ്റെ അനുഭവം, കയ്യൻ ചരിത്രത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ചരിത്രത്തിൽ അനന്തമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ പേരാണ് കയ്യൻ എന്നുള്ളത്. എന്താണ്? മനുഷ്യൻ അപൂർണമായതിനെ ആശ്രയിച്ച് എവിടെയൊക്കെ ജീവിക്കുന്നു അവിടെയൊക്കെ അവൻ കയ്യിൻ്റെ അനുഭവത്തിലായിരിക്കും. ആ ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യന് വിടുതൽ പ്രാപിപ്പാൻ ആവശ്യമുണ്ട്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അല്പം ഒന്ന് പരിഗണിച്ചാൽ മനസ്സിലാക്കാൻ നമ്മുടെ അവസ്ഥ കയ്യിൻ്റെ അവസ്ഥയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ സഹോദരനെ കൊന്നില്ല, പക്ഷേ നമ്മുടെ യഥാർത്ഥ സഹോദരൻ ആരാണ്? പൂർണ്ണതയാണ്. ആ പൂർണ്ണതയെ നാം കൊന്ന് ഭാഗികമായതിൽ മാത്രം അള്ളിപ്പിടിച്ച് നാം ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഈ അവസ്ഥയിൽ നല്ല ആശയങ്ങൾ പറഞ്ഞാൽ യേശു പറഞ്ഞതുപോലെ പന്നിയുടെ മുമ്പിലിട്ട് കൊടുക്കുന്ന മുത്ത് പോലെ ആയിരിക്കും. അവർ തിരിഞ്ഞതിനെ ചീന്തിക്കളയും എന്നൊക്കെ യേശു പറയുന്നതിനകത്ത് ഒരു വലിയ പ്രാവർത്തികമായിട്ടുള്ള സത്യമുണ്ട്, പ്രാക്ടിക്കൽ വിസ്ഡമുണ്ട് എന്ന് ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ ഈ ഒരു ഭാഗികമായ അവസ്ഥ, അതാണ് നിർജീവമായ അവസ്ഥ. സർദീസിലെ സഭയ്ക്ക് ദൂത് പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ സർദീസിലെ സഭയ്ക്ക് ദൂത് പറയുന്നുണ്ട്. എന്താണ്? നിനക്ക് ജീവനുണ്ട് എന്ന പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. യു ഹാവ് ദ നെയിം ഓഫ് ബീയിങ് അലൈവ് ബട്ട് യു ആർ ഡെഡ്. ഇതാണ് നമ്മുടെ അവസ്ഥ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിനെ യേശു കല്ലറയിൽ നിന്ന് വിളിച്ചു. ലാസറെ വെളിയിൽ വരാൻ പറഞ്ഞു. ആ വെളിയിൽ വന്നത് ശീലയാൽ പൊതിഞ്ഞ കൈയും കാലും ഒക്കെ കെട്ടി അനങ്ങാൻ വയ്യ. മനുഷ്യന്റെ അവസ്ഥ അതാണെന്ന് സൂചിപ്പിക്കാൻ. ഒന്നും ചെയ്യാൻ വയ്യാതെ, പ്രത്യേകിച്ച് നന്മ ചെയ്യാൻ കഴിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ലോകത്തിൽ മനുഷ്യജാതി ആകമാനം എന്നതാണ് ദൈവത്തിൻ്റെ ഹൃദയം പൊട്ടിക്കത്തക്കവണ്ണം വേദന ജനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം. ഇതിന് വിടുതൽ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് യേശു ലോകത്തിലേക്ക് വന്നത്. അപ്പൊ അതിനോടുള്ള ബന്ധത്തിൽ വേണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞത്, ഉപേക്ഷിക്കുന്നതിൻ്റെ നോയമ്പല്ല, ആഘോഷത്തിൻ്റെ നോയമ്പിലേക്ക് നിങ്ങൾ കടന്നു വരിക. അതിന് തുടർച്ചയായ ചിന്തകളാണ്. അപ്പം നാം യേശുവിൽ കാണുന്നത് എന്താണ്? നാം യേശുവിൽ വസിച്ചാൽ നാം അവനെ പോലെ ആയിത്തീരും എന്നല്ലേ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രാവർത്തികമായ മർമ്മം, എന്തെങ്കിലും മറ്റൊന്നിൽ വസിക്കണമെങ്കിൽ അത് തമ്മിൽ പൂർണ്ണ പൊരുത്തമുണ്ടാകണം. മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഉദാഹരണമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒക്കെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് നടത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി ചെയ്യുന്നൊരു കാര്യം, ഈ കൊടുക്കാൻ പോകുന്ന ഓർഗൻ, അവയവം, അത് പ്രാപിക്കുന്ന ആളുമായിട്ട് മാച്ച് ചെയ്യുമോ എന്ന് തിട്ടപ്പെടുത്തുക മാത്രമല്ല, അങ്ങനെ മാച്ച് ചെയ്യുമെന്ന് തീരുമാനിച്ച ശേഷവും ഇത് തമ്മിൽ ഏതെങ്കിലും പൊരുത്തക്കേട് വരാതിരിക്കത്തക്കവണ്ണം ഈ ഓർഗൻ പ്രാപിക്കുന്ന, റിസീവ് ചെയ്യുന്ന ആളിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം സപ്രസ് ചെയ്യും. കാരണം ഇത് തമ്മിൽ ഏതെങ്കിലും വിധത്തിലൊരു ക്ലാഷ് ഉണ്ടാകരുത്. അപ്പോൾ യേശു നമ്മളെ വിളിക്കുകയാണ്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ. ഇപ്പം നമുക്കറിയാം, നമ്മുടെ കണ്ണിൽ ഒരു കരട് വീണാൽ നമുക്ക് പ്രാണവേദനയാണ്, ഇല്ലേ? നിങ്ങൾ ആരെങ്കിലും അശ്രദ്ധരായി മീൻ കഴിച്ചു, പ്രത്യേകിച്ച് കരിമീൻ കഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായി പോയാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. ചെറിയൊരു കാര്യം, ഒരു മുള്ളൊക്കെ കയറി. അപ്പോൾ ഏതെങ്കിലും ഉള്ളിൽ കയറിയാൽ, എന്തുകൊണ്ടാണ് തൊണ്ടയിൽ മുള്ള് കയറുമ്പോൾ നമുക്ക് പ്രാണവേദന വരുന്നത്? മുള്ളും തൊണ്ടയുമായി യാതൊരു പൊരുത്തവുമില്ല, എന്തുകൊണ്ടല്ലേ? അപ്പോൾ പൊരുത്തമുള്ളതിന് മാത്രമേ ഉള്ളിൽ പ്രവേശിക്കാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ യേശു നിങ്ങൾ എന്നിൽ വസിപ്പീൻ. നമ്മൾ യേശുവുമായിട്ട് യാതൊരു സാമ്യവുമില്ല. അപ്പോൾ യേശുവിൻ്റെ പ്രാണവേദന എന്താണ്? യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള കുരിശ് എന്താണെന്നറിയാം. ഇത് കാൽവറിയിൽ കണ്ട കുരിശൊന്നുമല്ല, മെത്രാൻ കഴുത്തിലിട്ട് ആട്ടിക്കൊണ്ട് നടക്കുന്ന കുരിശുമല്ല. യേശു ഇന്നും കുരിശ് വഹിക്കുന്നത്. ആ കുരിശ് എന്താ ചോദിച്ചാൽ നിങ്ങളും ഞാനുമാണ്. നമ്മുടെ അവസ്ഥയാണ്. നമ്മൾ യേശുവിൻ്റെ ഉള്ളിലാണ്. കാരണം നമ്മൾ സഭയിലാണ്. സഭ യേശുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ കോശങ്ങളാണ് നമ്മളേവരും. പക്ഷെ നമ്മുടെ സ്വഭാവം കണ്ടാൽ പിന്നൊന്നും പറയണ്ട. ഇത് മുഴുവൻ വഹിച്ചുകൊണ്ടാണ് പാവം യേശു കഴിയുന്നതെന്ന് പറയുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകണ്ടേ.
നിങ്ങളെയും എന്നെയും ഉള്ളിൽ വഹിക്കുന്ന യേശുവിൻ്റെ അവസ്ഥ എന്താണ്? നാം 40 ദിവസമല്ല 365 വർഷവും ഇരുന്ന് കരയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നോമ്പിൻ്റെ ഉദ്ദേശം എന്താണ്? നാം യേശുവുമായി താതാത്മ്യം പ്രാപിച്ച് അവനിൽ വസിക്കുകയും അവൻ നമ്മളിലും വസിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കാനുള്ള യോഗ്യത വർദ്ധിപ്പിക്കുക എന്നതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യവുമായി പോത്ത് കഴിച്ചില്ല അല്ലെങ്കിൽ നീന്തുന്നില്ല എന്ന ഈ ഒരു കാര്യവുമായിട്ട് എന്താണ് ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? പുലബന്ധമുണ്ടോ? ഒന്നുമില്ല, യാതൊരു ബന്ധവുമില്ല. ഇതൊന്നും ആലോചിക്കാതെ നമ്മൾ വലിയ ഭയഭക്തിയോടെ അങ്ങ് നോമ്പ് ആചരിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള നോമ്പ് എന്താണ്? യേശുവിൻ്റെ ഉള്ളിൽ വസിക്കത്തക്കോണമുള്ള യോഗ്യത പ്രാപിക്കുവാൻ നമ്മുടെ വ്യക്തിത്വത്തെ എപ്രകാരം ശുദ്ധീകരിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യണമെന്ന അന്വേഷണമായിരിക്കണം ഈ നോമ്പ് കാലത്തെ നമ്മുടെ വെളിച്ചം. അത് കുറച്ചുകൂടെ വ്യക്തമാകത്തക്കവണ്ണം 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. യേശുവിൻ്റെ വ്യക്തിത്വത്തെ പറ്റി എല്ലാവരും അനുഭവിച്ചത് അവൻ അധികാരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം പർവ്വതപ്രസംഗം അവസാനിക്കുമ്പോൾ അതിൻ്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ യേശു തൻ്റെ ഉപദേശം അവസാനിപ്പിക്കുമ്പോൾ പരീശന്മാരൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ജനം അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവൻ പരീശന്മാരെ പോലെയല്ല, അവൻ അധികാരമുള്ളവനായിട്ടത്രേ ഉപദേശിച്ചത്. യേശു ചെയ്ത രോഗശാന്തി ശുശ്രൂഷയിൽ മുഴുവനും അവൻ്റെ ആത്മീകമായ അധികാരത്തെ അവൻ അറിയാതെ തന്നെ വെളിപ്പെടുത്തുന്നവയാണ്. ഭൂതത്തിൻ്റെ മേലധികാരം, അലറുന്ന കടലിന്മേലധികാരം, വിവിധ രോഗങ്ങളുടെ മേലധികാരം, മരണത്തിൻ്റെ മേലധികാരം, അങ്ങനെ പലവിധമായ അധികാരം. എന്താണ് ഈ അധികാരം? അധികാരം എന്നത് പൂർണ്ണതയുടെ വെളിച്ചമാണ്, പൂർണ്ണതയുടെ ഫലമാണ്. പൂർണ്ണത മറ്റുള്ളവർ എങ്ങനെ അനുഭവിക്കുന്നു അതിൻ്റെ പേരാണ് അധികാരം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു അധ്യാപകനായിരുന്നു. ഞാൻ വളരെ താല്പര്യത്തോട് ഡിക്കൻസിൻ്റെ നോവൽസ് ഒത്തിരി പഠിപ്പിച്ചിട്ടുണ്ട്. ഡിക്കൻസ് നോവൽ, ഷേക്സ്പിയറുടെ കൃതികൾ. അപ്പം ഞാനൊരു ഡിക്കൻസിൻ്റെ ഒരു നോവൽ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിനെപ്പറ്റി ഡിക്കൻസിൽ എനിക്കൊരു അധികാരമുണ്ട്. ഞാൻ ഒരു 10-20 വർഷത്തിന് മുൻപ് ഞാൻ 1983 പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടുമുട്ടി. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, സാറേ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഡിക്കൻസാണ്. കാരണം സാർ എന്നെ ഡിക്കൻസ് പഠിപ്പിച്ചപ്പോൾ അതിത്ര മഹത്തേറിയൊരു കാര്യമാണല്ലോ എന്നറിഞ്ഞ് ഞാൻ പിന്നെ ഡിക്കൻസിൽ മാത്രം കേന്ദ്രീകരിച്ച് ഞാൻ അവസാനം ഡിക്കൻസിലാണ് എൻ്റെ ഡോക്ടറേറ്റ്, എൻ്റെ PhD. ഇത് അദ്ദേഹം പറഞ്ഞ് തന്നെ നന്നേ സന്തോഷിപ്പിച്ചു. എന്നീ സമയത്ത് സാന്ദർഭികമായി ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു വന്നത് ആധികാരികത, അധികാരം, പൂർണ്ണത, വളർച്ച. ഞാൻ ഉറക്കം തൂങ്ങി ഡിക്കൻസ് പഠിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ആ വിദ്യാർത്ഥി ഈ പറഞ്ഞതുപോലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആകുമായിരുന്നില്ല. പൂർണ്ണതയാണ് നമുക്ക് ഈ ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും സമ്മാനവും. അതുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ഈ പൂർണ്ണത പ്രാപിക്കുക, ഈ പൂർണ്ണതയാണ് യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്നത്. അതുകൊണ്ട് നാം നോമ്പിനെ അറിയുകയും ആചരിക്കുകയും ചെയ്യുന്ന വിധത്തിൽ യേശു ആകുന്ന വ്യക്തിത്വമായിരിക്കണം അതിൻ്റെ ഹൃദയഭാഗം. അത് നാം മനസ്സിലാക്കുമ്പോൾ അറിയാം ഈ ആധികാരിക പ്രാപിക്കുക എന്നതായിരിക്കണം നമ്മുടെ നോമ്പിൻ്റെ ലക്ഷ്യം. അധികാരം പ്രാപിക്കുക, ധിക്കാരമല്ല, അധികാരം. ഈ ലോകത്തിൽ നമ്മുടെ കാലത്ത് പ്രത്യേകിച്ച് അധികാരം ധിക്കാരമാണ്, ധിക്കാരമാണ് അധികാരം എന്ന് തെറ്റിദ്ധരിക്കത്തക്കവണ്ണം മനുഷ്യൻ്റെ ആന്തരിക ആത്മീക കണ്ണടഞ്ഞുപോയി. അവൻ്റെ സ്വഭാവം അത്രമാത്രം വൈകൃതമായി പോയി. ഒന്ന് മറ്റതിന് ഘടകവിരുദ്ധമാണ്. അപ്പോൾ ആ ആധികാരികത എന്താണ്? നമ്മളൊരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ്: വികാരം, ചിന്ത, പ്രവൃത്തി.
വികാരമുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. ആന്തരികമായ ഊർജമാണ് വികാരം. ചിലർക്കുണ്ട് വൈകാരികമായവർ മരിച്ചവരാണ്. ഞങ്ങൾ അനേകം പേരെ കണ്ടിട്ടുണ്ട്. പല യുവാക്കന്മാരും എന്നോട് ഇടപെടുമ്പോൾ ഒരു 2 മിനിറ്റിനുള്ളിൽ എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ ഉള്ളു മരിച്ചുപോയി, വൈകാരികമായി മരിച്ചുപോയി. ഇത് സങ്കടമാണ്, വഹിക്കാനാവാത്ത വേദനയാണ്. ആന്തരികമായി മരിച്ചുപോയൊരു യുവാവിനെയോ യുവതിയോ കണ്ടെത്താനിടയാകും. വൈകാരികമായി മരിച്ചുപോയി. വൈകാരികമായ ആ ഊർജ്ജസ്വലതയില്ലാതെ ലോകത്തിൽ ആരും ഒന്നും ചെയ്തിട്ടില്ല. യെരൂശലേം പട്ടണത്തെ ദൂരെ നിന്ന് കണ്ട അധപതത്തെ മനസ്സിലാക്കി കണ്ണുനീർ വാർത്ത യേശുവിൻ്റെ ഉള്ളിലെ വൈകാരികമായ സമ്പത്ത് എന്തായിരിക്കണമെന്ന് ഞാൻ അത്ഭുതത്തോടെ ദശകങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ലാസറിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞ കർത്താവ് എന്ത് കർത്താവാണ്! ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഒരു സുഹൃത്തിൻ്റെ കല്ലറയുടെ മുമ്പിൽ ചെന്നാൽ കരയുന്ന ഒരു വൈകാരികമായ സമ്പത്ത് എനിക്കില്ല. ഉണ്ടായിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ പരിമിതി എന്താണെന്ന് എനിക്ക് നന്നേ അറിയാം. വൈകാരികമായി ഞാൻ പട്ടിണിയിലാണ്. എനിക്കത് സമ്മതിക്കാൻ ഒരു മടിയുമില്ല. അപ്പോൾ അതിൽ മാറ്റമുണ്ടാകത്തക്കവണ്ണം ഈ നോമ്പ് എങ്ങനെ ആചരിക്കാം എന്നതായിരിക്കണം നമ്മുടെ അന്വേഷണം. രണ്ടാമതായി, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിശ്ചയിക്കുന്ന ഘടകം ചിന്താശക്തിയാണ്. ചിന്തിക്കുക, തോട്ട്. ആദ്യത്തേത് ഫീലിംഗ്, രണ്ടാമത്തേത് തിങ്കിങ്. ഈ ഒരു തലത്തിലാണ് ക്രിസ്ത്യാനി ഏറ്റവും പട്ടിണി അനുഭവിക്കുന്നത്. ക്രിസ്തീയ സമൂഹമെന്ന് തറപറ്റിപ്പോയ അവസ്ഥ ഇതാണ്, ഘടകം ഇതാണ്. ചിന്താശക്തി അല്പം പോലും വികസിപ്പിക്കാൻ നാം ശ്രമിക്കുന്നില്ല. ഞാൻ യേശുവിനെ എൻ്റെ ചെറുപ്പകാലത്ത് ആരാധിക്കാൻ തുടങ്ങിയത് അവൻ എന്നെ കൈപിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒന്നും വിചാരിച്ചില്ല. സത്യം ഞാൻ നിങ്ങളോട് പറയാം. യേശുവിൻ്റെ ചിന്തകൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തി, വളരെ വളരെ വളരെ. അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രസ്താവനകൾ മുഴുവനും കാണാപ്പാഠം പഠിച്ചു. എനിക്ക് ഇംഗ്ലീഷ് വേണ്ടതുപോലെ വശമില്ലാത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് വേദപുസ്തകം ഞാൻ ആരാധിക്കുന്ന എൻ്റെ അമ്മ എനിക്ക് നൽകിയത് വലിയ നിധിയായി കണ്ട്, അത് റെഡ് ലെറ്റർ എഡിഷനാണ്. റെഡ് ലെറ്റർ എഡിഷൻ എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞത് മുഴുവനും ചുവന്ന ഭാഷയിലാണ് അത് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഞാനത് മുഴുവനും കാണാൻ പഠിച്ചു. അതെന്നെ ഇംഗ്ലീഷ് ഭാഷ കൈവശമാക്കുന്നതിൽ വളരെയധികം സഹായിച്ചു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഞാൻ യേശുവിനെ ബഹുമാനിക്കാൻ തുടങ്ങിയത് ഒരു ചിന്തകനായിട്ടാണ്. ഞാൻ സാഹിത്യം പഠിച്ചതും പഠിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. യേശുവിനേക്കാൾ സർഗാത്മകതയുള്ള ഒരു വ്യക്തിയെ കണ്ടെത്താൻ പ്രയാസമാണ്. നിമിഷ നേരം കൊണ്ട് ഒരു കഥയുണ്ടാക്കുക. ഒരു ന്യായശാസ്ത്രിയോട് തർക്കോത്തരത്തിന് പോകാതെ അവൻ്റെ പരിമിതികൾ മനസ്സിലാക്കി അവൻ്റെ ഉള്ളിൽ നിന്ന് കെട്ടുകൾ പൊട്ടിക്കുന്നതിന് വേണ്ടി യേശു ഉപയോഗിക്കുന്നത് ആ നിമിഷത്തിലുണ്ടാക്കിയ കഥയാണ്. ആ കഥയുടെ പേരാണ് മുടിയനായ വൃദ്ധൻ്റെ നല്ല ശമരിയക്കാരൻ്റെ കഥ. ഉപമയൊരു കഥയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകഥാകൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ യേശുവാണെന്ന് ഞാൻ പറയും. മറ്റുള്ളവരൊക്കെ കഥ എഴുതിയത് പ്രിന്റ് ചെയ്യാനും പണം ഉണ്ടാക്കാനും അല്ല, സ്വാധീനം ഉണ്ടാക്കാനും. യേശു കഥയുണ്ടാക്കുന്നത് മനുഷ്യനെ വിടുവിക്കാനാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനൊരു സാഹിത്യം വേറെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് നാം മനസ്സിലാക്കുക, ചിന്തിക്കുക, ചിന്താശക്തി വർദ്ധിപ്പിക്കുക. അപ്പോൾ ഈ നോയമ്പ് കാലത്ത് രണ്ടാമത്തെ ലക്ഷ്യം, ആദ്യത്തെ ലക്ഷ്യം നമ്മുടെ വൈകാരികമായ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് അതിനെ എങ്ങനെയെങ്കിലും പോഷിപ്പിക്കാൻ സാധിക്കുമോ. ഇവിടെ എനിക്ക് പ്രത്യേകമായി എടുത്ത് പറയാനുള്ളത്, നാം നമുക്ക് വേണ്ടി മാത്രം ജീവിച്ചാൽ വൈകാരികമായി നാം മരിച്ചു പോകും. എനിക്ക് സംഭവിച്ച ഒരു വലിയ അക്കിടി അതാണ്. അത് പ്രധാനമായും സംഭവിച്ചത് പുസ്തകങ്ങളോടുള്ള എൻ്റെ അതിയായ പ്രേമം കൊണ്ടാണ്. ഞാൻ വായിച്ച് 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 ലോകത്തെ മറന്നുപോയി. ഇന്നും എൻ്റെ അവസ്ഥ അത് തന്നെയാണ്. അറിയാതെ പുസ്തകം ഞാൻ കയ്യിലെടുത്തു പോകും. അതുകൊണ്ട് എനിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ജനങ്ങളെ വേണ്ടതുപോലെ പരിചയപ്പെടുകയും അവരുമായി ഇടപെടുകയും അവരെ സ്നേഹിക്കുകയും അവരുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നതിന് പകരം ഞാൻ ആശയങ്ങളെ
അന്വേഷിച്ച പുസ്തകങ്ങളുടെ ലോകത്തിലേക്ക് ഉതിർന്നു പോയി. ഒരു പക്ഷേ അതും എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമായിരിക്കും, എനിക്കറിയില്ല. ഒരു യുഗത്തിന്, ഒരു സമൂഹത്തിന് ചില ആശയങ്ങൾ വിളമ്പിക്കൊടുക്കുക എന്നതായിരിക്കും എന്നെപ്പറ്റി ദൈവം ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആശ്വസിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് എന്നിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന പാപ്പരത്വം മറച്ചു വെക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്ക് സോഷ്യൽ ലൈഫ് അല്പം പോലുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. കാരണം മറ്റുള്ളവരുമായി ഇപ്രകാരമുള്ള സാമൂഹ്യ വ്യക്തിപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അതിൽ വളരുകയും ചെയ്യാനുള്ള ഒരു മനോഭാവത്തിലല്ല ഞാൻ സ്ഥിതി ചെയ്യുന്നത്. അത് പുസ്തകങ്ങളോടുള്ള ഇന്നും ഒരു വിധത്തിലും കുറയ്ക്കാൻ സാധിക്കാത്ത ആ ഒരു താല്പര്യം കൊണ്ടാണ്. അതൊരു ഡ്രഗ് അഡിക്ഷൻ പോലെയാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവർത്തി. ഏതായാലും അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട, ഞാൻ എന്നോട് തന്നെ പറയുകയാണ്, ഞാൻ ഈ നോയമ്പിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? എൻ്റെ വൈകാരികമായ ജീവിതത്തെ കുറച്ചുകൂടെ ഇത് ഓർക്കുമ്പോൾ ഞാൻ പണ്ട് വായിച്ചൊരു പുസ്തകം, അനാറ്റമി ഓഫ് ഡിസ്ട്രക്റ്റീവ്നെസ് എന്നൊരു പുസ്തകമുണ്ട്. എറിക് ഫ്രോം, FROMM. അത് നിങ്ങൾ കഴിയുമെങ്കിൽ വായിക്കുക. അതിനകത്തൊരു പെൺകുട്ടിയുടെ കഥ പറയുന്നു. ഏതാണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ബ്ലേഡ് എടുത്ത് അവളുടെ ആർട്ടറി കട്ട് ചെയ്ത്, ഇവിടെ ഒത്തിരി രക്തം ഇങ്ങനെ പോയി. ഭാഗ്യവശാൽ അവളുടെ അപ്പനും അമ്മയും ഇത് കണ്ടുപിടിച്ച് അവളെ ആശുപത്രിയിലാക്കി. അപ്പോൾ ഡോക്ടേഴ്സ് അവളെ ശുശ്രൂഷിച്ചു. അപകടം ഏതാണ്ട് ആ അവസ്ഥ കഴിഞ്ഞപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റ് വന്നു. ഇത് അമേരിക്കയിലാണ് നടന്ന സംഭവമാണ്. അപ്പോൾ സൈക്യാട്രിസ്റ്റ് അവളോട് ചോദിച്ചു, കുഞ്ഞാ നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? അവൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? At least by seeing my blood, I wanted to know that I am alive. എൻ്റെ രക്തം കണ്ടിട്ടെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഒരു ബോധ്യം വരാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ഒരു പെൺകുട്ടി, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പ്രസ്താവന. ഈ ഭൗതിക സംസ്കാരത്തിൽ മനുഷ്യന് സംഭവിക്കുന്ന വലിയ കെടുതി, അവൻ വൈകാരികമായി മരിക്കുന്നു, പട്ടിണി കൊണ്ട് മരിക്കുന്നു. അത് തന്നെ വികാരത്തിൻ്റെ പട്ടിണിയാണ് ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ക്ഷാമം എന്ന് തിരിച്ചറിയേണ്ട വലിയൊരു ആവശ്യമാണ്. ഇതിന് പലവിധമായ മുഖങ്ങളുണ്ട്. ഇപ്പം വല്യപ്പനും വല്യമ്മയും മക്കളോട് ബന്ധപ്പെടുത്താൻ നോക്കിയാൽ സാധിക്കത്തില്ല. കാരണം അവർക്ക് വൈകാരികമായി പ്രതികരിക്കാൻ അറിഞ്ഞുകൂടാ എന്നത് തന്നെ വലിയ നഷ്ടം, വലിയ പാപ്പരത്വം, വലിയ ക്ഷാമത്തിലാണ് നാം കഴിയുന്നത്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഇതാണ് രണ്ടാമത്, തിങ്കിങ്. നമ്മുടെ ചിന്ത, നമ്മൾ എത്ര തുച്ഛമായിട്ടാണ് ചിന്തിക്കുന്നത്, സങ്കുചിതമായിട്ടാണ് നാം ചിന്തിക്കുന്നില്ല. ചിന്തിച്ചാൽ പോലെ ഇത് തന്നെയാണ്. വലിയ സാധ്യതകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നാം ചെറിയ കാര്യങ്ങൾ, ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് നേരെ കണ്ണടച്ചിട്ട് കപ്പലണ്ടി എണ്ണുന്ന ഒരവസ്ഥയിലാണ്. മൂന്നാമതായിട്ട് ഡൂയിങ്. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ മതജീവിതം നാം നോക്കിയാൽ അതിൽ എന്തെങ്കിലും ചെയ്തായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 50 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ പള്ളിയിൽ പോയി, കുരിശു വരച്ചു, ബാറയ്ക്ക് പുറമടിച്ചു, പിന്നെ ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ പൈസ കൊടുത്തു. ഇതല്ലാതെ എന്തെങ്കിലും നിങ്ങളുടെ വിശ്വാസത്തെ പ്രകടമാക്കുന്ന വിധത്തിൽ, നിങ്ങൾ യേശുവിലും യേശുദുകളിലും വസിക്കുന്നു എന്ന യാഥാർത്ഥ്യം ലോകം ഒന്ന് രുചിച്ചറിയുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്ത ഒറ്റ അനുഭവം പറയാൻ സാധിക്കും. അത് നമ്മുടെ പാപ്പരത്വമല്ലേ. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിന് വേണ്ടിയാണ് നാം നോമ്പ് ആരംഭിക്കാൻ. ഇപ്പൊ യേശു എന്തുകൊണ്ട് മരിച്ചു? അത്രമാത്രം വൈകാരികമായ സമ്പത്തുണ്ടായിട്ടാണ് മരിച്ചത്. സർവ്വലോകത്തെയും സ്നേഹിക്കാൻ തക്കവണ്ണമുള്ള വലിയ സാഗരം പോലെയുള്ള ഹൃദയം. മനുഷ്യരാശിയുടെ അവസ്ഥ ആത്യന്തികമായി തിരിച്ചറിയാനുള്ള ചിന്ത, അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി, അതിൻ്റെ എല്ലാം മൂർച്ഛന്യ ഭാവത്തിലാണ് യേശു കുരിശിൽ കയറുന്നത് മനസ്സിലാക്കി. അതാണ് നാം ഈ നമ്മുടെ നോമ്പ്, അർത്ഥശൂന്യമായ നോമ്പ് വെച്ച് വരുന്ന ദുഃഖവെള്ളിയാഴ്ച പോയി അവിടെ ചെന്ന് ബണ്ണം തിന്ന് ഇങ്ങനെ എന്താ പറയുന്നതെന്നറിയാതെ ആളുകൾ വന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജൽപ്പനം. ഇതുമായി യേശുവിൻ്റെ അവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ല. അർത്ഥശൂന്യമാണ്. നമ്മുടെ സമയം നാം പാഴാക്കുക. അതൊക്കെ എത്രയോ നല്ലതാണ്. ആ സമയത്തൊരു വാഴ നിന്നത്, അല്ലെങ്കിൽ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ ഒരു ഫോൺ വിളിച്ച് ആരോടെങ്കിലും ഒരു നല്ലൊരു സന്തോഷത്തിൻ്റെ ഒരു വാക്ക് പറയും, ഒരു കഥ പറയുക, ഒരു തമാശ പറയുക. ഇതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ്. അപ്പം അതുകൊണ്ട് അർത്ഥവത്തായി നോമ്പിനെ ആചരിക്കാൻ നമുക്കിടയാകട്ടെ.
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരിക യാഥാർത്ഥ്യമാക്കുക, യേശുവിനെ പോലെയാകുക. അവൻ പരീശന്മാരെ പോലെയും ശാസ്ത്രിമാരെ പോലെയും പിന്നെയോ അവൻ അധികാരമുള്ളവനായിട്ടത്രേ പഠിപ്പിച്ചത്. ആ ഒരവസ്ഥയിലേക്ക് വളരുവാൻ വിശ്വാസികൾക്കിടയായാൽ അവർ മുഖാന്തരം മനുഷ്യരാശി ആകമാനം അനുഗ്രഹിക്കപ്പെടും എന്ന മാറ്റമില്ലാത്ത മർമ്മത്തെ 100% കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് മാത്രം ഉപസംഹരിക്കുന്നു. ഏവർക്കും നമസ്കാരം.